നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ലോകകപ്പ് ഫൈനൽ ദിനമാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് സംഘം മൈതാനത്തിലിറങ്ങുന്നത്. അതിനേക്കാൾ പ്രതീക്ഷയോടുകൂടിയാണ് ആരാധകർ ഈ കളിയെ ഉറ്റുനോക്കുന്നത്. ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ? പരാജയം അറിയാതെ ഫൈനൽ വരെയെത്തിയ ഇന്ത്യക്ക് ഈ ദിവസം നിർണായകം. ആശംസകൾ അറിയിക്കാം, ഇന്ത്യക്കൊപ്പം നിൽക്കാം. പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് വിളിക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ കണ്ണൂരിൽ നിന്ന് ശ്രീ ദാസനാണ്. ശ്രീ ദാസൻ വലിയ ക്രിക്കറ്റ് ആരാധകനാണോ? അല്ലല്ല, ഞാനിത് അറിയാണ്ട് ഇവിടെ നല്ല മഴയായിരുന്നേ, അറിയാണ്ട് വിളിച്ചു പോയാന്ന്. ഏതായാലും നല്ല ആശംസകളായിരുന്നു ഇന്ത്യക്ക് കേട്ടോ. വ്യക്തമാണ്. ഓക്കെ. പി കെ രവിചന്ദ്രൻ പിള്ള അഞ്ചാലമൂട്ടിൽ നിന്ന് ചേരുന്നു. ശ്രീ രവിചന്ദ്രൻ പിള്ള, നമ്മളൊക്കെ ഇന്ത്യ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ രവിചന്ദ്രൻ പിള്ള ഇന്നത്തെ മത്സരത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? 100% ഇന്ത്യ നല്ല വൃത്തിയമായിട്ട് റണ്ണിലും വിക്കറ്റിലും വിജയിക്കും. അതിന് യാതൊരു കുഴപ്പമില്ല. ഇന്ത്യയുടെ കളിക്കാരെല്ലാം നല്ല ഒന്നിനെ മിച്ചമാണ്. കാരണം പറഞ്ഞാൽ അത്ര ശക്തമാണ് ഇന്ത്യയുടെ ടീം ഇപ്പം. പണ്ട് കപിൽ ദേവും രവിശാസ്ത്രിയൊക്കെ ഉള്ള അതേ ഒരു കാലഘട്ടമാണ് ഇപ്പം വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രോഹിത് ശർമ്മയും സംഘവും വലിയ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ശ്രീ രവിചന്ദ്രൻ പിള്ള വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ രവിചന്ദ്രൻ പിള്ള. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, ഈ മത്സരത്തിൽ പേസർമാരുടെ പങ്ക് എത്ര നിർണായകമാണെന്നാണ് സുരേന്ദ്രൻ കരുതുന്നത്? എന്തായിരിക്കാം ഇന്ത്യൻ പ്രകടനത്തിന്റെ ഒരു മുഖം? നമസ്കാരം സാറേ. നമസ്കാരം. പറയാനുള്ളത് ഈ പേസിന് അനുകൂലമായിട്ടുള്ള പിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം ഹർഷദീപ് സിംഗ് ഉണ്ടല്ലോ, ഭയങ്കര സ്വിംഗ് ബൗളറാണ്. അദ്ദേഹത്തിനും അതുപോലെ ബുംറ, നമ്മുടെ ഈ രണ്ട് ബൗളർ, അതുപോലെ കുൽദീപ് യാദവിന് സ്പിന്നിന് അത്ര അനുകൂലമല്ലാത്ത പിച്ചാണെന്ന് പറയുന്നത്. അതേമാതിരി തന്നെ അപ്പുറത്ത് നമുക്ക് റബാദ എടുക്കുമ്പോൾ അതേമാതിരി തന്നെ പെർഫോമൻസ് ചെയ്യുന്ന ഒരു ബൗളറാണ് അദ്ദേഹം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു 60-40, ഇന്ത്യക്ക് ഒരു 60%, 40% ദക്ഷിണാഫ്രിക്കയും കിട്ടാനും ചാൻസ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഓപ്പണിംഗ് വളരെ പ്രശ്നമാണ്. കാരണം കോഹ്ലി ഫസ്റ്റിൽ തന്നെ ഇത്രയും ഫോം ഔട്ട് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നോക്കുമ്പോൾ എപ്പോഴും പരാജയപ്പെട്ട് പോവുകയാണ്. ഓസ്ട്രേലിയയുടെ അടുത്താണ്ടാന്നോ കുറച്ച് റൺ എടുക്കാൻ പറ്റും. കോഹ്ലി സ്റ്റാൻഡ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ, കോഹ്ലി ഒരു സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല സ്കോറിലേക്ക് എത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ രോഹിത് അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കുന്നുണ്ട്. ബാക്കി ഇപ്പൊ സൂര്യകുമാർ യാദവ് ആവട്ടെ, മറ്റേ പാണ്ഡെ ആയാലും ഇവരൊക്കെ നന്നായി കളിക്കുന്നുണ്ട്. പക്ഷെ അതേമാതിരി തന്നെ അപ്പുറത്തും ഡിൻഡൻ പീകോക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഓപ്പണർ, ആ ഓപ്പണറെ എത്രമാത്രം ഫസ്റ്റിൽ നമുക്ക് വീഴ്ത്താൻ പറ്റണോ അതിനനുസരിച്ചായിരിക്കും അവര് മുന്നോട്ട് പോവുക. കാരണം നമ്മുടെ 6 ഓവറിൽ, ഫസ്റ്റിലത്തെ 6 ഓവറിൽ ഈ കിൻഡോക്ക് പുറത്തായില്ലെങ്കിൽ അവർക്ക് വലിയൊരു സ്കോർ പടുത്തുയർത്താനായിട്ട് കഴിയും. അത് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെന്നറിയില്ല. അതുപോലെ തന്നെ ബാക്കി ബൗളർമാർക്ക് റബാദ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്പിന്നർമാരെയൊക്കെ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. റബാദ എന്ന് പറഞ്ഞ ബൗളർ ഏറ്റവും നല്ല ബൗളറാണ്. ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഒരു പരീക്ഷണം നടത്തേണ്ടായിരുന്നു. നമ്മുടെ സഞ്ജു സാംസനെ ഓസ്ട്രേലിയക്കെതിരെ ഇറക്കേണ്ടതായിരുന്നു. കാരണം ഇന്ത്യ സെമിയിൽ ഓൾറെഡി പ്രവേശിച്ചതായിരുന്നു. അന്ന് പരീക്ഷണം നടത്തേണ്ടായിരുന്നു. പക്ഷെ ഇനി വിന്നിംഗ് കോമ്പിനേഷനിൽ ദുബൈയെ മാറ്റിയിട്ട് സഞ്ജു സാംസനെ ഇറക്കുമെന്ന് തോന്നുന്നില്ലേ. കാരണം ആ വിന്നിംഗ് കോമ്പിനേഷൻ ഒരിക്കലും ഒരു ടീമും ഒരു ക്യാപ്റ്റനും അത് മാറ്റാനായിട്ട് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കാഞ്ഞങ്ങാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത് പ്രമോദാണ്. പ്രമോദ് ഒരു ക്രിക്കറ്റ് ആരാധകനാണോ? പ്രമോദ് ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് മറുപടി പറയും. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഈ കെൻസിംഗ്ടൺ ഓവലിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? വിജയം ആർക്ക് അനുകൂലമാകും എന്നാണ് കരുതുന്നത്? നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ഇന്ത്യ വിജയിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇന്ത്യൻ ടീമിന്റെ കളിയെ സംബന്ധിച്ചിടത്തോളം കപിൽദേവിന്റെയും സുനിൽ ഗവാസ്കറിന്റെ ഒക്കെ കാലം മുതൽ ക്രിക്കറ്റ് കളി രാവിലെ മുതൽ ഇരുന്ന് കാണുന്ന ആരാധകനാണ് ഞാൻ. ഇന്ത്യ ഏറ്റവും നല്ല ടീമാണ്, ശക്തമായ ടീമാണ്. അത് പല കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു. ചില കാലഘട്ടങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ കളി കുറച്ച് പുറന്നോട്ട് പോയിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേൾഡ് കപ്പ്
ഏകദിന വേൾഡ് കപ്പ് ആയാലും അതിനുശേഷം സമീപകാലത്തുണ്ടായ 2020 ആയാലും ഇന്ത്യയെ കുറിച്ച് പണ്ടും ഇന്നും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇന്ത്യ ശക്തമായ ടീമാണ്, ആരെയും പരാജയപ്പെടുത്തും. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ആരോടും തോൽക്കുകയും ചെയ്യും. വേണമെങ്കിൽ നാളെ ഏറ്റവും ചെറിയ ടീമായിട്ടുള്ള ഇപ്പൊ ചെറിയ ടീമെന്ന് പറയാൻ പറ്റത്തില്ല, അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ വലിയ ടീമാണ്. അത്തരത്തിലുള്ള ടീമുകളോട് പോലും തോക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ട് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ അറിയാമല്ലോ, നമ്മൾ ഓസ്ട്രേലിയയോടൊപ്പം നമ്മളൊക്കെ ജയിക്കും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിലെ നമ്മുടെ ആരാധകരോട് പറയാനുള്ളത്, ഒരു സാധാരണ നമ്മൾ ഈ വേൾഡ് കപ്പ് ഫുട്ബോളിലൊന്നും ഇന്ത്യക്ക് ടീമില്ല. അപ്പൊ നമ്മൾ ഒരു നിസ്സംഗ മനോഭാവത്തോടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ടീമിനെ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കളി കാണും. അതുപോലെ ഇന്ത്യ അങ്ങ് ജയിക്കും എന്ന അമിതമായ ആത്മവിശ്വാസത്തോടെ പോയിരുന്നാൽ അന്നെല്ലാം നമുക്ക് നിരാശയായിരുന്നു ഫലം. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസമൊന്നും കേരളത്തിലെ ആരാധകർ കാണിക്കേണ്ട. നമ്മളെ ടീം ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ആ കളി അതിനുശേഷം നമുക്ക് വിശകലനം ചെയ്യാം. കാരണം നമുക്ക് അമിതമായി വിശ്വസിച്ച കാലഘട്ടത്തിലെല്ലാം നമ്മുടെ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. പ്രകാശ് എന്ത് പ്രതീക്ഷിക്കുന്നു ഈ കളിയിൽ നിന്ന്? പ്രകാശിലേക്ക് ഞാൻ മടങ്ങി വരാം. കൊല്ലത്ത് നിന്ന് ശ്രീമതി ജയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ ഒരു വലിയ ക്രിക്കറ്റ് ആരാധികയാണോ? തീർച്ചയായിട്ടും സർ. അത് ശരി. അപ്പോ ശ്രീമതി ജയ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇന്ത്യ നേടണം എന്നാണ് പ്രതീക്ഷ. അതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് രാത്രി കളി കാണാനായിട്ട്. എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി കഴിഞ്ഞു. കുടുംബസമേതമാണോ കളി കാണുന്നത്? ഞാൻ 1:30 വരെ കണ്ടു. അത് ശരി. അപ്പൊ ഇന്നും കാണണം, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും ഹസ്ബൻഡും. ഉച്ചയ്ക്കൊക്കെ നേരം ഉറങ്ങി കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കണം. കോഹ്ലി ഫോം ആവണം. കോഹ്ലി കൊണ്ടിട്ട് കളഞ്ഞാല് നമുക്ക് മനപ്രയാസം വരും. അത് ശരി. ഏതായാലും വിരാട് കോഹ്ലി ഈ വാക്കുകൾ ഇന്ത്യൻ എല്ലാ ആരാധകരുടെയും പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ദയനീയ ഫോമൊക്കെ ഒന്ന് മാറ്റി ഇന്ന് തിളങ്ങട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീമതി ജയ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ബാലകൃഷ്ണൻ, ഈ മത്സരം ആരെ തുണയ്ക്കും? നമസ്കാരം സാർ. നമസ്കാരം. ഇതൊരു കളിയല്ലേ സാർ? ഗെയിം ആവും. ആര് ജയിക്കും ആര് ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ജയിച്ചാലും തോറ്റാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇന്ത്യ ജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതൊരു ഗെയിമല്ലേ സാർ? ജയിക്കാം തോൽക്കാം, അതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുക്കണം. ഏതായാലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ശ്രീ ബാലകൃഷ്ണനോടൊപ്പം ഞാനും ആഗ്രഹിക്കുകയാണ്. മനോജ് എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ മനോജ്, ഈ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ അത്ര നിസാരക്കാരനല്ല എന്ന് നമുക്കറിയാം. ഈ മാർക്രത്തിൻ്റെ എന്തൊക്കെ പ്രയോഗങ്ങൾ ഇന്ന് നമുക്ക് അതിജീവിക്കേണ്ടി വരും? നമസ്കാരം സാറേ. നമസ്കാരം സാറേ. എന്നാണേലും നമുക്ക് ഇന്ത്യ ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിരിക്കുന്നു. കളിയെല്ലാം മിസ്സാകാതെ കാണുന്നതാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിക്കറ്റാണ്, എന്തും സംഭവിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കോഹ്ലി ഫോമിലാകണമെന്ന്. നമ്മുടെ രാജ്യം ഇന്ന് കൊടി ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ഒരു വലിയ പ്രതീക്ഷ ഇതാണ്, ഈ വിരാട് കോഹ്ലിക്ക് എന്ത് സംഭവിക്കും എന്നതാണ് അല്ലേ? വിരാട് കോഹ്ലി ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എത്രയോ വിജയങ്ങൾ വിന്നർ ആയിട്ടുള്ള ആളാണ്. നമുക്കൊരിക്കലും ആ ഒരാളെ പ്ലെയറെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഒരു ദിവസം ഒരാളുടെ നെഗറ്റീവ് ഇതുണ്ടായിരിക്കാം. അതായിരിക്കും ഇന്ന് അതേമാതിരിക്കും ഏറ്റവും ഫോമിലാകുന്ന വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്തു നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഈ ആരാധകരൊക്കെ ഇന്ന് ചെറിയൊരു ആശങ്കപ്പെടുന്നത് ഈ മഴയോ മറ്റോ ചതിക്കുമോ എന്നതാണ്. കാലാവസ്ഥയൊക്കെ അനുകൂലമാകണേ എന്നൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രീ രാജൻ എങ്ങനെ കണക്കാക്കുന്നു ഈ മത്സരം ആർക്ക് അനുകൂലമായി വരും എന്നാണ്? സാറേ, ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, കേസ് ഞങ്ങൾ ജയിച്ചു പക്ഷെ വസ്തു മറ്റവർക്കാന്ന് പറയും. അതായത് ഈ വസ്തുവിന്റെ തർക്കത്തിൽ 2 കൂട്ടർ കേസ് കൊടുത്തു. അപ്പൊ കേസ് ഞങ്ങൾ ജയിച്ചു, വസ്തു മറ്റവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞോണക്ക് ഇന്ത്യ ഉഗ്രം കളിയായിരിക്കും കളിക്കുന്നത്. പക്ഷെ കപ്പ് മറ്റവർ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഏതായാലും കളി നടക്കട്ടെ. പിന്നെ
ഇന്നത്തെ ഒരു വലിയ ന്യൂസ് എല്ലാരും വിട്ടു. കാരണം പിന്നെ ചെമ്പഴന്തി സഹകരണ ബാങ്ക് പൊട്ടി 8 കോടി തിന്നു ഒരാൾ ആത്മഹത്യ ചെയ്ത് കോൺഗ്രസ് ഭരിക്കുന്നു. അതാരും ഒരു ചാനലും പറഞ്ഞു. നമുക്കത് എടുക്കണം. ഞാൻ ഇന്നൊരു കളിയായതുകൊണ്ടും രാജ്യത്തിന്റെ കാര്യമായതുകൊണ്ടും നമ്മൾ ഈ വിഷയത്തിലേക്ക് പോയെന്നേ ഉള്ളൂ. ശ്രീരാജൻ, അത്തരം നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ആര് ബാങ്ക് പൊട്ടിച്ചാലും ആര് തട്ടിപ്പ് നടത്തിയാലും നമുക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ CPM-ന്റെ 73 ലക്ഷം പിടിച്ച വലിയ ന്യൂസ് ആയിരുന്നു. മനോരമ വലിയ വെണ്ടക്കാശത്തിലാണ് പേപ്പറിൽ കൊടുത്തത്. യെസ്, ഏതായാലും നമുക്ക് അതൊന്ന് വിശദമായി ചർച്ച ചെയ്യാം അടുത്ത ദിവസം ആകട്ടെ. വളരെ നന്ദി ശ്രീരാജൻ, വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഷിനോയ് വിളിക്കുന്നത് വർക്കലയിൽ നിന്നാണ്. ഷിനോയ്, ഈ ഇന്ത്യയുടെ പ്രതീക്ഷ ആരിലാണ്? നമ്മുടെ പേസ് ബോളർമാർ എന്ത് കാഴ്ച നമുക്ക് സമ്മാനിക്കുമെന്നാണ് ഷിനോയ് കരുതുന്നത്? സാർ, ഇതില് ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഒരു ഓൾറൗണ്ടറിന്റെ മികവ് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. ആ പുള്ളിയുടെ ഒരു എക്സലന്റ് കഴിവിലൂടെ തന്നെയാണ് നമ്മൾ മുന്നേറിയതും. പിന്നെ രോഹിത് ശർമ്മയുടെ കഴിഞ്ഞ കാലത്തെ പ്രകടനങ്ങളും വളരെ മികച്ചതായിരുന്നു. അപ്പൊ ഈ ഒരു ലോകകപ്പിൽ ഉള്ളൊരു പ്രത്യേകത, എല്ലാ കളികളും ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇപ്പൊ 1983 വേൾഡ് കപ്പിലാണെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജിൽ ഓസ്ട്രേലിയയോട് തോറ്റിട്ടുണ്ട്. 2007 T20 ലോകകപ്പിലും രണ്ടാമത്തെ സ്റ്റേജിൽ ന്യൂസിലാൻഡിലൂടെ തോറ്റിട്ടുണ്ട്. 2011 ദക്ഷിണാഫ്രിക്കയിലൂടെ ഇന്ത്യ ജയിച്ച ലോകകപ്പിൽ തോറ്റിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ തോറ്റിട്ടുണ്ട്. അപ്പൊ ഈ ഒരു T20 ലോകകപ്പിൽ എല്ലാ മത്സരവും ഇന്ത്യ സമ്പൂർണമായിട്ട് വിജയിച്ച് വന്ന് ഫൈനലിൽ എത്തിയ ഒരു ടീമാണ്. അപ്പൊ എന്റെ ബലമായിട്ടുള്ള ആഗ്രഹം ഇന്ത്യ തന്നെ കപ്പെടുക്കും എന്നുള്ളത് തന്നെയാണ്. രോഹിത് ശർമ്മയുടെ നേടും എന്നാണ് പ്രതീക്ഷ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉമേഷ് പാലയിൽ നിന്ന് ചേരുന്നു. ശ്രീ ഉമേഷ്, നിരന്തരം ക്രിക്കറ്റ് ഗൗരവത്തോടെ വീക്ഷിക്കുന്ന ഒരു പ്രേക്ഷകനാണോ? അതെ സാറേ, ഞാൻ ക്രിക്കറ്റൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ പറ്റുന്ന എന്താ പറയാ മനു, അതായത് നമ്മൾ ഇന്ത്യ ഈ തോക്കാതെ കളിച്ചു വരുന്ന കളി മുഴുവൻ ഫൈനലിൽ ചെല്ലുമ്പോൾ തോറ്റുപോകുന്ന ഒരു രംഗമാണ്. നമുക്ക് ചങ്ക് തകർക്കുന്ന ഒരു രംഗമാണ് ഇതുവരെ കണ്ടോണ്ട് വരിക്കുന്നത്. തോക്കാതെ ജയിച്ചു വന്നിട്ട് ഫൈനലിൽ വരുമ്പോൾ തോക്കുന്ന ഒരു പാവം ഈ അടുത്ത കാലത്തെല്ലാം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ജയ്സ്വാളിനെ കൂട്ടുണ്ടായിരുന്നു. ജയ്സ്വാളിനെ ഇറക്കിക്കൊണ്ട് കോഹ്ലി വണ്ടവൺ കളിച്ചാലും കോഹ്ലി എല്ലാം കളിക്കുന്നത്. ഓപ്പൺ ഇറങ്ങുന്ന കളിക്കെല്ലാം കോഹ്ലി പരാജയം വരുന്നത്. ഇന്ന് വരെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. വണ്ടവണായിട്ട് കോഹ്ലി ഇറങ്ങുമായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് കളിക്കണം. ജയ്സ്വാളിനെ കുട്ടി ഇനി ബാറ്റ്സ്മാൻ ഇടങ്കയ്യും ബാറ്റ്സ്മാൻ ഓപ്പണർ ഇല്ലാത്ത ഒരു ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടീം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബുംറ നല്ല ബോളിംഗ്, വിക്കറ്റ് എടുത്തില്ല പോലും പുള്ളിയുടെ ബോൾ അടിക്കണമെങ്കിൽ ഒരുപാട് എല്ലാ രാജ്യക്കാർക്കും ഒരു ഭയങ്കര പേടിച്ചതായിട്ടുള്ള ഒരു ബൗളറാണ് ബുംറ. അതുപോലെ കുൽദീപും എല്ലാം. പിന്നെ പാർത്തിക് പട്ടേലെ പറ്റിയൊക്കെ പറഞ്ഞു, അതൊക്കെ കയ്യാലപ്പുറത്തിരിക്കുന്ന ആളോ, ഒരു കളിക്കൊക്കെങ്കിൽ ഒരു കളിക്കാൻ അറമ്പം പിടിച്ചെടുത്താണ് പാട്ടിയെ. അതുപോലെ ഒന്നുമല്ല ബുംറ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബൗളറാവും കുൽദീപും ഒക്കെ. പിന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ടീം ജയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കളി കാണാൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. മഴ ചതിക്കാതിരുന്ന നമുക്ക് മനു കളി കളിക്കാം. മഴ പെയ്ത് നമ്മളെ ചതിക്കാതിരുന്ന മാത്രം മതി. യെസ്, വളരെ ഏതായാലും എല്ലാവിധ ആശംസകളും ഞാനും നേരുകയാണ്. നമുക്ക് മഴയില്ലാതെ ഈ കളി കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആൻഡ്രിച്ച് നോട്ടിയ ഒരു പേടി സ്വപ്നമാണോ ഇന്നത്തെ ഈ മത്സരത്തിൽ? ശ്രീജിത്തിലേക്ക് ഷാജി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഷാജി, ഈ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ ഷാജി ഈ മത്സരത്തിൽ ഇന്ത്യൻ പ്രകടനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ദക്ഷിണാഫ്രിക്കക്കാരുടെ ഈ പ്രകടനം എങ്ങനെ എന്ന് വിലയിരുത്തുന്നു? അല്ല, കാര്യം പറയാം, ദക്ഷിണാഫ്രിക്ക നിരന്തരമായി ഫൈനൽ വരാത്ത ടീമാണ്. എന്താ ഇപ്പം വന്നാൽ ദൈവം അവരെ കൂടെ ഇല്ല. ദൈവം ഇന്ത്യയുടെ കൂടെയാണ്. ഇന്ത്യ എന്തായാലും ജയിക്കുന്നത്. എനിക്കൊരു അഭിപ്രായം മാത്രമല്ല, സഞ്ജു സാംസനെ ഈ നമ്മുടെ ന്യൂസ് 18 ചാനൽ വഴി ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരുക്കിയാൽ ഏറ്റവും ഉപകാരമായിരിക്കും. സഞ്ജു സാംസനെ കാണാൻ വേണ്ടി നമ്മൾ ടീമിൽ അതൊരു വിഷയമല്ല, സഞ്ജുവിനെ ഒന്ന് കാണണം. യെസ്, നോക്കാം, നമുക്കത് ശ്രമിക്കാവുന്നതാണ്. എമിൽ വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. എമിൽ എങ്ങനെ ഈ മത്സരത്തെ വിലയിരുത്തും? ശ്രീ മനോജ് നമുക്കൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. മനോജ്, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ചങ്ങനാശ്ശേരി നിന്നാണ്. മനോജ് ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ആളാണോ അതോ ക്രിക്കറ്റിന്റെ കാഴ്ചക്കാരൻ എന്ന നിലയിൽ ആസ്വാദകനാണോ? ഇല്ല,
കളിക്കുന്ന ആളല്ല, ഞാൻ കാഴ്ചക്കാരനാണ്. അത് ശരി. ശ്രീ മനോജിന് എന്ത് തോന്നുന്നു, എന്ത് സംഭവിക്കും എന്നാണ് ഈ വെസ്റ്റ് ഇൻഡീസ് പിച്ചുകളിൽ ഇന്ത്യൻ പ്രകടനം ഏത് തരത്തിൽ ആണ് എന്ന് നമ്മൾ കണ്ടതാണ്. എന്തായിരിക്കും ഇന്നത്തെ ഒരു പ്രതീക്ഷ? ഇന്ന് തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയായിരിക്കും കപ്പ്. യെസ്, വളരെ വ്യക്തമാണ് മനോജിന്റെ പ്രതികരണം. വിജി തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. വിജി, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്? ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്ത് കട്ടയില എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. അപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് ക്രിക്കറ്റ് ഇന്ത്യയുടെ ക്രിക്കറ്റ് കാണുന്നതും അതും ഈ 2020 വേൾഡ് കപ്പ് മൊത്തമായി കണ്ടിട്ടുള്ള ഒരാളും എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ടീമിനെ ഒരിക്കലും തരം താഴ്ത്തി കാണാൻ പറ്റുന്ന രീതിക്കല്ല നമ്മുടെ കളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് നമ്മുടെ ബോളിംഗ് നിര നല്ലൊരു രീതിക്ക് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബാറ്റിംഗ് അന്ന് ഇതില് സുരേന്ദ്രൻ പറഞ്ഞതും രാജൻ പറഞ്ഞതും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വ്യക്തിയെ നിലനിർത്തിയല്ല ഒരു ഗ്രൂപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആരെങ്കിലും ഒക്കെ മാറി ചിന്തിച്ച് കളിച്ച് ജയിച്ചു വന്നാലും നമ്മുടെ ഗ്രൂപ്പിന് തന്നെയാണ് 99% ഇന്ത്യ ജയിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ്. മാർട്ടിൻ അങ്കമാലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. മാർട്ടിൻ, 2007 പ്രഥമ 2020 ലോകകപ്പിന് ശേഷം ഇന്ത്യക്ക് വലിയൊരു നേട്ടം അവകാശപ്പെടാൻ ആയിട്ടില്ല. എങ്കിലും ശ്രീലങ്കയോട് തോറ്റതിൻ്റെ ഓർമ്മകളുണ്ട്. എങ്കിലും ഈ മത്സരം നമുക്ക് എന്ത് പ്രതീക്ഷകളാണ് നൽകുന്നത്? ഇത് സ്പോർട്സ് ആണ്. ജയം തോൽവി നമ്മളെ ഒരുപോലെ ഏറ്റെടുക്കണം സാർ. ഇത് സ്പോർട്സ് ആണ്. ജയം തോൽവിയൊക്കെ നമ്മൾ ആ സ്പിരിറ്റിൽ കാണണം. ഞാൻ അങ്കമാലിയിൽ നിന്ന് വിളിക്കണേ. ഞാൻ എന്തായാലും ന്യൂസ് 18 നന്ദി രേഖപ്പെടും. ഞാൻ ഒരു കാര്യം പറയാനുള്ളത് സാർ, നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഞങ്ങൾ അങ്കമാലിയിലെ ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ 100 കോടി രൂപ കട്ട് ആത്മഹത്യയുടെ വക്കീലുണ്ട്. നിങ്ങൾ ഒരു വാക്ക് പോലും നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ട്. അത് നേരത്തെയും പ്രേക്ഷകർ ചൂണ്ടിക്കൊണ്ട് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ വഴി ഉപയോഗിക്കണേ. എന്നോട് ക്ഷമിക്കണം. ഇല്ല, അത് അങ്ങ് ക്ഷമ പറയേണ്ട കാര്യമല്ല. ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഞങ്ങൾ വളരെ നിരപരാധികളാണ്. ബന്ധപ്പെടാൻ നല്ല വഴി. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 ആകുമ്പോൾ പൊതുവേദി എന്ന പേരിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ വരുന്നുണ്ട്. അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ താങ്കളും ദയവായി മാർട്ടിനും എല്ലാ ദിവസവും പൊതുവേദിയൊക്കെ കാണുകയും ഇതിലേക്ക് നിരന്തരം വിളിക്കുകയും പൊതുകാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ അധികാരത്തിൻ്റെ ഇടനാടുകളിലേക്ക് ആ ശബ്ദം വരട്ടെ അങ്കമാലിക്കാരുടെയും. യെസ്, വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. വിക്രം അടൂരിൽ നിന്ന് വിളിക്കുന്നു. ഇത് ഇന്ത്യക്ക് ഒരു സുവർണാവസരമാണ് എന്ന് കരുതാനാകുമോ ശ്രീ വിക്രം? നമസ്കാരം. 4 മാസമായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്. കുറെ ആയി ശ്രീ വിക്രം ഇങ്ങോട്ട് വിളിച്ചിട്ട്. എന്തു പറ്റി? പൊതുവേദിയൊക്കെ മറന്നുപോയോ? അല്ല കിട്ടുന്നില്ല സാറേ. കിട്ടുന്നില്ല? വിളിച്ചാൽ തിരക്കില്ലയോ? ആണോ? അത് ശരി. അതണ്ട. സാറേ, പിന്നെ ഇന്നത്തെ കളിയില് ഞാൻ ഈ കളിയല്ല ഏത് കളി ഞാനിപ്പോ പിന്നെ വനിതാ ക്രിക്കറ്റ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ക്രിക്കറ്റ് ഏതുണ്ടെങ്കിലും എനിക്ക് വലിയ താല്പര്യമുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കളിയിൽ ഇന്ത്യ വിജയിക്കും എന്നുള്ളതാണ് എനിക്ക് വിശ്വാസം. കാരണം ഇപ്പൊ എല്ലാവരും ഒരു പരാതി കോഹ്ലിയെ പറ്റിയാ. കോഹ്ലി ആയിരിക്കും ഇന്നത്തെ കളിയിലെ താരം. അല്ലെങ്കിൽ സാറ് കളി കാണുമ്പോൾ ശ്രദ്ധിച്ചു, ഇന്ന് കപ്പ് നേടുന്ന ദിവസമാണ് ഇന്ത്യ. എനിക്കതാണ് അതിനെ പറ്റി പറയാനുള്ളത്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗുരുവായൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു, വിനോദ്. ശ്രീ വിനോദ്, ക്രിക്കറ്റ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നയാളാണോ? അതെ 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 അതെ. ക്രിക്കറ്റ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. കോളേജിലാണോ അതോ അവിടെ നാട്ടിലെ? ഞാൻ 41 വയസ്സായി ഇപ്പൊ ഇവിടെ വെറ്ററൻസ് ടീമിൽ കളിക്കുന്നുണ്ട്. ശരി. അതുപോലെ ഇപ്പൊ പുറത്തെല്ലാം ചെന്നൈ അതുപോലെ ബാംഗ്ലൂർ എല്ലാം പോയി കളിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ അടുത്ത ആഴ്ച ട്രിച്ചിയിൽ പോകാൻ നിൽക്കുകയാണ് ടൂർ. ശരി. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയും ഒപ്പം കാണുകയും ചെയ്യുന്ന ഒരു ആരാധകനാണ്. അപ്പോൾ സ്വാഭാവികമായും ശ്രീ വിനോദിന്റെ നിരീക്ഷണങ്ങൾ കുറെ കൂടി പ്രാധാന്യം ഉണ്ടാകും. നമ്മളുടെ പരാജയങ്ങൾക്കൊരു പകരം വീട്ടാൻ 2014 ശ്രീലങ്കയോടും ഒക്കെ തോറ്റ ആ മത്സരത്തിൽ ഒരു വെന്നിക്കൊടി പാറിക്കാൻ ഇത് ഒരു സുവർണാവസരം ആണോ? ഈ മത്സരം
ബാർബഡോസ്. തീർച്ചയായിട്ടും നമ്മൾക്കിപ്പോ സൗത്ത് ആഫ്രിക്ക നമ്മുടെ 2 ഇന്ത്യ ടീം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴും നല്ല നിലവാരമുള്ള സ്പിന്നേഴ്സ് കുൽദീപ് യാദവ്, അതുപോലെ നമ്മുടെ അക്ഷർ പട്ടേലിനെ അവർ എത്രത്തിൽ ഫേസ് ചെയ്യും, അതേപോലെ ന്യൂ ബോളിൽ ബുംറേനെ എങ്ങനെ കളിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ സ്കോറിങ്. വ്യക്തമാണ്. മനോഹരമായിട്ട് സ്പിന്നിനെ കളിക്കുന്ന ഇന്ത്യൻ ടീമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ടീമിനായിരിക്കും കൂടുതൽ മുൻതൂക്കം. ഒരു 60% നമുക്ക് ഇന്ത്യക്കാണ് വിന്നിംഗ് ചാൻസ് ഉള്ളത്. വളരെ വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് ശ്രീ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിജയൻ, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്തേ സാറേ, ഞാൻ കൊല്ലത്ത് മതിലിൽ. ശരി. കടവൂർ. എല്ലാ കളി കാണാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞോ ശ്രീ വിജയൻ? തയ്യാറെടുപ്പ് നേരത്തെ വൈകിട്ട് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നല്ലോ കാണുന്നത് കപ്പലണ്ടി ശരി. അപ്പോ എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞപ്പോ വലിയ പ്രതീക്ഷയിലാണ് അല്ലേ? വലിയ പ്രതീക്ഷയിൽ ഞാൻ ഭാരതം ജയിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ നന്ദി ശ്രീ വിജയൻ അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ലെനിൻ തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെനിൻ, തിരുവനന്തപുരത്ത് എവിടെ നിന്ന് വിളിക്കുന്നു? രാജാജി നഗർ. രാജാജി നഗർ തിരുവനന്തപുരത്തെ കായിക സ്നേഹികൾ ധാരാളമുള്ള ഒരു സ്ഥലം കൂടിയാണ് രാജാജി നഗർ എന്ന് എല്ലാവർക്കും അറിയാം. ശ്രീ ലെനിൻ, എങ്ങനെ ഇന്നത്തെ മത്സരത്തെ വിലയിരുത്തും? ഇന്നത്തെ മത്സരം എന്തായാലും ഇന്ത്യ വിജയിക്കും. പിന്നെ എല്ലാവരും വിരാട് കോഹ്ലിയെ പറയുന്നു. അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ പഴയ സച്ചിനെ പോലെയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹം ഇന്നത്തെ മാച്ചിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. അവസാന ദിവസം നമുക്കൊരു തുണയായി എത്തും എന്ന് പറയാം. ദയനീയ ഫോം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ താഴ്ത്തിക്കെട്ടിയ വിരാട് കോഹ്ലി എന്ന ഒരു തലവേദന എന്ന് പലവരും വിളിച്ച വിരാട് കോഹ്ലി ഇന്ന് മാറ്റും. അദ്ദേഹം ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? വളരെ വ്യക്തമാണ്. സിന്തോൾ എന്നൊരു പ്രേക്ഷകൻ നേരിയമംഗലത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. പക്ഷേ സിന്തോൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണോ? സിന്തോൾ ടി വിയിൽ ശ്രദ്ധിക്കരുത്. മേരികുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ നേര്യമംഗലം എന്നാണ് വിചാരിച്ചത്. ഓക്കെ, മേരികുളം നമ്മുടെ ഇടുക്കിയിലുള്ള ഒരു സ്ഥലമാണ്, മനോഹരമായ സ്ഥലമാണ്. അവിടെ സിന്തോൾ ക്രിക്കറ്റ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? എന്ത് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിൽ? എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആരായിരിക്കും താരം? ഞാനെന്ന് പറയുന്നത് ഇന്ത്യ ഒരു ചേഞ്ച് നടത്തണം. ഹലോ, കേൾക്കാൻ പറയൂ. അതെ, ഇന്നത്തെ കളിയിൽ ഒരു ചേഞ്ച് വേണമെന്നാണ് ഞാൻ പറയുന്നത്. കോഹ്ലിക്ക് പകരം ജയ്സ്വാളിനെ ഉൾപ്പെടുത്തണം. ഞാൻ സിന്തോളിലേക്ക് മടങ്ങി വരാം. ഇസ്മായിൽ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇസ്മായിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ ഇസ്മായിൽ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇസ്മായിലിലേക്ക് മടങ്ങി വരാം. ഏതായാലും ഈ 2020 ലോകകപ്പിൽ തോൽവി അറിയാതെ ആണ് ഇതുവരെ ഈ 2 ടീമുകളും മുന്നേറിയത്, ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. അപ്പോൾ ഇതിൽ ആര് ഇന്ന് ജയിക്കും എന്നത് വളരെ നിർണായകമാണ്. ഇന്ന് ആര് തോൽവി അറിയും എന്നത് നിർണായകമാണ്. ഈ ലോകകപ്പിൽ അത് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടാക്കുവാൻ കഴിയും എന്നതും വളരെ നിർണായകമാണ്. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ സംഘം ഈ പ്രാഥമിക റൗണ്ടുകളിലും സൂപ്പർ 8കളിലും 3 വീതം കളികളിലും സെമിയിലും ജയിച്ചു. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രാഥമിക റൗണ്ടിൽ പാകിസ്ഥാനെയും സൂപ്പർ 8ൽ ഓസ്ട്രേലിയയും വ്യാഴാഴ്ച നടന്ന സെമിയിൽ നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച അപാര ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത്. മനോജ് നമുക്കൊപ്പം ചേരുന്നത് ഒറീസയിൽ നിന്നാണ്. ശ്രീ മനോജ്, ഒറീസയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഒറീസ, ഭുവനേശ്വർ. മനോജ്, കേൾക്കാമോ? കേൾക്കാം. ഭുവനേശ്വർ. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. രേഷ്മ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. രേഷ്മ, ആരുടെ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്? സമയപരിമിതി കൊണ്ടാണ് ഈ
പൊതുവേദി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ തുടർന്നും ഈ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ വിശദാംശങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി നമുക്കൊപ്പം ചേരും. പ്രേക്ഷകർക്ക് തുടർന്നും ഈ അഭിപ്രായങ്ങളും ഒക്കെ ന്യൂസ് 18-മായി പങ്കുവയ്ക്കാം. ഇന്ന് ഇന്ത്യ വിജയിക്കുമോ എന്ന ഒരു വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പ്രേക്ഷകർ അതിന് പ്രതികരണങ്ങൾ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ന്യൂസ് 18-ൻ്റെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി.